Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് 8th ചാപ്റ്റർ അതായത് ബൈനോമിയൽ തിയറത്തിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിനകത്ത് വരുന്ന ഫോക്കസ് ഏരിയ എന്താണെന്നുള്ളത് പറയാം. ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബൈനോമിയൽ തിയറം? അപ്പോൾ ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ അതായത് a+b⁴n എന്ന് വെച്ചാൽ a+b⁴n എക്സ്പാൻഷൻ nc0a⁴n പ്ലസ് nc1a⁴n-1b പ്ലസ് nc2a⁴n-2b² പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം ncnb⁴n. അപ്പോൾ ഇതാണ് ബൈനോമിയൽ തിയറം. a+b⁴n is equal to nc0a⁴n പ്ലസ് nc1 അടുത്ത ടേം nc1a⁴n-1 n ഉള്ളത് n-1 ആവും. അപ്പോൾ ഈ ബിയും കൂടെ വരും. പിന്നെ പ്ലസ് nc2a⁴n-2b² പ്ലസ് എക്സെട്ര പ്ലസ് ncnb⁴n. ഇതാണ് ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ യൂസിങ് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ് ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഇൻഡിസസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ n. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ ടേംസ് ഏത് ഫോമിലായിരിക്കും? ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടൊരു ഓരോ ടേം എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ ജനറൽ ടേം ഇതിനകത്തുള്ള ഏതൊരു ടേമും അതിൻ്റെ ഫോം NCR a⁻r b⁻r എന്നായിരിക്കും ഇതിൻ്റെ ജനറൽ ടേമിൻ്റെ ഫോം വരിക. അപ്പോൾ ഇത് ജനറൽ ടേം എന്ന് പറഞ്ഞാൽ TR+1 ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ R+1th ടേമിൻ്റെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ R+1th ടേം TR+1 എന്ന് പറഞ്ഞാൽ NCR. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ NC0 അല്ലേ, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ NC1 ആണ്. അതേപോലെ TR+1 അതായത് R+1th ടേം എന്ന് പറഞ്ഞാൽ NCR a⁻n-r b⁻r. അതേപോലെ ഈ ഒരു എക്സ്പാൻഷനിൽ നമുക്കറിയാം a+b² ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. a+b² എക്സ്പാൻഷൻ a² + 2ab + b². ഇതിൽ ഇവിടെ പവർ 2 ആണ്, പക്ഷെ എത്ര നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്? 3 ടേംസ് ഉണ്ട്. അതേപോലെ a+b³ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ടേം ഉണ്ടാവും. a³ + 3a² b + 3ab² + b³. അപ്പോൾ അവിടെ 4 ടേംസാണ് വരുന്നത്. അപ്പോൾ ഈ എക്സ്പാൻഷൻ ഇവിടെ പവർ എത്രയാണോ അതിനേക്കാളും ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ n ആണെങ്കിൽ there will be എത്ര ടേംസ് ഉണ്ടാവും? n+1 ടേംസ് ഇൻ a+b⁴n. അപ്പോൾ n+1 ടേംസ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു കാര്യം കൂടെ അതിനകത്ത് പഠിക്കാനുള്ളത് അതിൻ്റെ മിഡിൽ ടേം. ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ ടേം അറിയണം, എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം, ഇതിൻ്റെ മിഡിൽ ടേംസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഇതൊക്കെ ഈ എക്സ്പാൻഷനിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേംസ് എന്തൊക്കെയായിരിക്കും? ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 ടേംസ് ആണെങ്കിൽ മിഡിൽ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ ഒറ്റൊരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് പകരം 4 ടേംസ് ആണെങ്കിൽ എത്ര മിഡിൽ ടേം ഉണ്ടാവും? 2 മിഡിൽ ടേം ഉണ്ടാവും അല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു ദി പവർ n-ൻ്റെ പവർ അനുസരിച്ചാണ് നമുക്ക് മിഡിൽ ടേംസ് കണ്ടുപിടിക്കുക. എത്ര മിഡിൽ ടേംസ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ n ഈവൺ ആണെങ്കിൽ ഇഫ് n ഇസ് ഈവൺ, n ഈവൺ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പവർ ഈവൺ ആണെങ്കിൽ ഒരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടു നമുക്കറിയാം n 2 ആയപ്പോൾ നമുക്ക് എക്സ്പാൻഷനിൽ 3 ടേംസ് ആണ്. 3 ടേംസ് ആണെങ്കിൽ നമുക്ക് ഒരു മിഡിൽ ടേം ആണ് വരുന്നത് അല്ലേ. അതേപോലെ n ഈവൺ ആണെങ്കിൽ there will be odd number of terms. There will be odd number of terms in the expansion. അപ്പോൾ ഒരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. So the middle term is എന്തായിരിക്കും മിഡിൽ ടേം വരിക?
n by 2 plus 1th term. n by 2 plus 1th ടൈം ആയിരിക്കും മിഡിൽ ടേം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് എടുക്കാം, n ഈവൺ ആണ്. അപ്പോൾ 2 by 2 plus 1, അതായത് 2 by 2 എന്ന് പറഞ്ഞാൽ 1 plus 1 എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം ആണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. ഇനി അതിന് പകരം ഈവണിന് പകരം അത് ഓഡ് ആണെങ്കിലോ, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിലോ, if n is odd, if n is odd, there will be even number of terms in the expansion. There will be even number of terms in the expansion. എക്സ്പാൻഷനിൽ ഈവൺ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. സോ 2 മിഡിൽ ടേം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഓഡാണെങ്കിൽ ഈവൺ നമ്പർ ഓഫ് ടേംസ് എക്സ്പാൻഷനിൽ ഉണ്ടാവും, പിന്നെ 2 മിഡിൽ ടേം ഉണ്ടാവും. ആ 2 മിഡിൽ ടേംസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ മിഡിൽ ടേം n plus 1 by 2th term and n plus 1 by 2 plus 1th term. ഇങ്ങനെ 2 മിഡിൽ ടേംസ് ആണ് n ഓഡ് ആണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ബൈനോമിയൽ തിയറത്തിൽ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ എക്സ്പാൻഷൻ അറിയണം, അതിൻ്റെ ജനറൽ ടേം അറിയണം, പിന്നെ എത്ര ടേംസ് ഉണ്ടാവും എന്നറിയണം, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മിഡിൽ ടേംസ്. പിന്നെ ഒരു കാര്യം കൂടെ വരുന്നത് നമ്മുടെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ടേം അതിലില്ല. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ പവർ 0 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ പവർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ബൈനോമിയൽ തിയറത്തിൻ്റെ കാര്യങ്ങൾ. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write the number of terms in the expansion of x plus a whole raised to 6. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ പവർ നോക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ പവർ 6 ആയതുകൊണ്ട് എത്ര ടേംസ് ഉണ്ടാവും എക്സ്പാൻഷനിൽ? 7 ടേംസ് ഉണ്ടാവും. ആൻഡ് ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് x plus a whole raised to 6. അപ്പോൾ ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. x plus a whole raised to 6 equal to 6c0 x raised to 6 plus 6c1 x raised to 5 into a plus 6c2 x raised to 4 into a square plus 6c3 x cube into a cube plus 6c4 x square into a raised to 4 plus 6c5 x into a raised to 5. Last term 6c6 a raised to 6. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ 6c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 6 മാത്രം അവിടെ ഉണ്ടാവും. പിന്നെ 6c1 6 എക്സ് റേസ് ടു 5 ഇൻറ്റു എ പ്ലസ് 6c2. 6c2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഇൻറ്റു 5 ബൈ 1 ഇൻറ്റു 2. അപ്പോൾ 2 ഇവിടെ ക്യാൻസൽ ചെയ്യും. സോ 15 എക്സ് റേസ് ടു 4 എ സ്ക്വയർ പ്ലസ് 6c3. 6c3 is 6 into 5 into 4 by 1 into 2 into 3. അപ്പോൾ ഈ 3 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 20 എക്സ് ക്യൂബ് എ ക്യൂബ് പ്ലസ് 6c4 എന്ന് പറയുന്നത് തന്നെയാണ് 6c2. 6c2 ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 15. സോ 15 എക്സ് സ്ക്വയർ എ റേസ് ടു 4 പ്ലസ് 6c5 എന്ന് പറഞ്ഞാൽ 6 എക്സ് എ റേസ് ടു 5 പ്ലസ് ലാസ്റ്റ് ടേം എ റേസ് ടു 6. ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു 10. അതിൻ്റെ എക്സ്പാൻഷൻ കൺസിഡർ ചെയ്യുക. റൈറ്റ് ദ ജനറൽ ടേം. അപ്പോൾ ജനറൽ ടേം ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു അല്ലേ മുകളിൽ. അപ്പം അതിൽ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ TR+1 ആണ്. TR+1 എന്ന് പറയുന്നത് NCR A റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിന് വരും 10 CR
എക്ക് പകരം എക്സ് റേസ് ടു 10 മൈനസ് ആർ ഇൻറ്റു 1/x ഹോൾ റേസ് ടു ആർ. അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 10cr എക്സ് റേസ് ടു 10 മൈനസ് ആറും ഈ 1/xനെ മുകളിലേക്ക് എടുക്കുമ്പോൾ എക്സ് റേസ് ടു മൈനസ് ആറാവും. ഇത് മുകളിലേക്ക് എടുക്കുമ്പോൾ എക്സ് റേസ് ടു -1 റേസ് ടു ആർ എന്ന് വെച്ചാൽ എക്സ് റേസ് ടു മൈനസ് ആർ. അപ്പോൾ ഇതിന് ഒന്നിച്ച് എഴുതുമ്പോൾ എക്സ് റേസ് ടു 10 മൈനസ് ആർ മൈനസ് ആർ, ദറ്റ് ഈസ് 10cr എക്സ് റേസ് ടു 10 മൈനസ് 2r. അതാണ് r പ്ലസ് 1th ടേം. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എബവ് എക്സ്പാൻഷൻ. അപ്പോൾ ഇതിൽ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് പവർ 0, എക്സ് ഇല്ലാത്ത ടേം. അപ്പോൾ എക്സ് ഇല്ലാത്ത ടേം ആകുമ്പോൾ എക്സിൻ്റെ പവർ 0 അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കൊടുക്കാൻ പറ്റുക? എക്സിൻ്റെ പവർ 0 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 10 മൈനസ് 2r എന്ന് പറയുന്നത് എക്സ് റേസ് ടു 0, ദാറ്റ് ഈസ് 10 മൈനസ് 2r ഇസ് ഈക്വൽ ടു 0 ഓർ r ഇസ് ഈക്വൽ ടു 5. അപ്പോൾ r 5 ആവുമ്പോഴാണ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, അതായത് 6th ടേം tr പ്ലസ് 1 അല്ലേ എടുക്കുക. അപ്പോൾ 5 പ്ലസ് 1 ദാറ്റ് ഈസ് t6 എന്ന് പറയുന്നത് 10c5 എക്സ് റേസ് ടു 10 മൈനസ് 2 ഇൻറ്റു 5 ദാറ്റ്സ് ഈക്വൽ ടു 10c5 മാത്രമേ വരുള്ളൂ. കാരണം എക്സ് റേസ് ടു 10 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 0 1 ആണ്. അപ്പോൾ 10c5 മാത്രം. 10c5 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോമൺ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. 2 4 8 പോവും. അതേപോലെ 3 ഇവിടെ 3 ടൈംസ്, 5 ഇവിടെ 2 ടൈംസ്. ബാക്കിയുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 252. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Find a plus b whole raised to 4 minus a minus b whole raised to 4, hence evaluate. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഭാഗം a plus b whole raised to 4 minus a minus b whole raised to 4 ആണ്. അപ്പോൾ a plus b whole raised to 4 അതിൻ്റെ എക്സ്പാൻഷൻ ആദ്യം എഴുതാം. അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? 4c0 a raised to 4 plus 4c1 a cube b plus 4c2 a square b square plus 4c3 a b cube plus 4c4 b raised to 4. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a raised to 4 plus 4a cube b plus 4c2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 into 3 by 1 into 2, that is 6a square b square plus 4ab cube plus b raised to 4. ഇതാണ് a plus b whole raised to 4. ഇപ്പോൾ a minus b whole raised to 4 എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് ഇട്ടാൽ മതി. ഇപ്പോൾ a raised to 4 minus 4a cube b plus 6a square b square minus 4ab cube plus b raised to 4. ഇത് നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് a plus b whole raised to 4 minus a minus b whole raised to 4. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെയിം, അതായത് ഇത് രണ്ടും ക്യാൻസലാവും. 2 പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അത് ക്യാൻസലാവും. ബാക്കി ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4a cube b മൈനസ് രണ്ടും സബ്ട്രാക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. സോ 8a cube b plus 8ab cube. ആൻഡ് ഇത് സിംപ്ലിഫൈ, ഇതിൽ കോമൺ ടേംസ് ഉണ്ട്. 8ab കോമൺ ആണ്, ബാക്കി a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇനി അവിടുത്തെ സെക്കൻഡ് പാർട്ട്, അതായത് ഇവാലുവേറ്റ്. ഈ എക്കും ബിക്കും പകരം √3ഉം √2 ആണ്. അപ്പോൾ ആ ആൻസറിലാണെങ്കിലും നമ്മൾ എക്കും ബിക്കും പകരം കൊടുത്താൽ മതി. 8 ഇൻറ്റു എക്ക് പകരം √3, ബിക്ക് പകരം √2, പിന്നെ എ സ്ക്വയർ, ഇപ്പോൾ √3 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ.
അപ്പോൾ എത്രയാണ് വരിക? 8 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഇസ് 8 ഇൻറ്റു റൂട്ട് 6. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3, റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 അല്ലേ, 5 ഇൻറ്റു 8 40 റൂട്ട് 6. അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇപ്പോൾ റൂട്ട് 3 പ്ലസ് റൂട്ട് 2ന് പകരം റൂട്ട് 5 പ്ലസ് റൂട്ട് 2എന്നോ റൂട്ട് 5 പ്ലസ് റൂട്ട് 6എന്നോ ഒക്കെ വന്നാലും നിങ്ങളത് ഇതേപോലെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എ പ്ലസ് ബി ഹോൾ റേസ് ടു 4ഉം എ മൈനസ് ബി ഹോൾ റേസ് ടു 4ഉം വെച്ചിട്ടുള്ള എക്സ്പാൻഷൻ ചെയ്ത് പഠിക്കുക. അതേപോലെ എ പ്ലസ് ബി ഹോൾ റേസ് ടു 5ഓ അങ്ങനെ വന്നാലും ഈ ഫോമിലുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം എന്തായാലും ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ്, ഫൈൻഡ് എ ഇഫ് 17th and 18th terms of the expansion 2 plus a whole raised to 50 are equal. ഇത് രണ്ടും 17th ടേമും 18th ടേമും ഈക്വൽ ആണെങ്കിൽ എൻ്റെ വാല്യൂ കാണണം ഈ ഒരു എക്സ്പാൻഷനിൽ. അപ്പോൾ 17th ടേം എന്ന് പറഞ്ഞാൽ T17 ഇസ് ഈക്വൽ ടു NCR ജനറൽ ടേം എന്ന് പറഞ്ഞാൽ NCR a raised to n minus r b raised to r ആണ്. അപ്പോൾ എന്നിന് പകരം 50, C 16, കാരണം ഇത് 16 പ്ലസ് 1 r പ്ലസ് 1th ടേം അല്ലേ. അപ്പോൾ 50C16 ഇൻറ്റു 2 raised to 50 minus 16 എന്ന് വെച്ചാൽ 34 ഇൻറ്റു a raised to 16. അതേപോലെ T18ഓ 50C17 2 raised to 33 ഇൻറ്റു a raised to 17. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. T17, 17th term and 18th term of the expansion are equal. അപ്പോൾ 50C16 into 2 raised to 34 into a raised to 16 is equal to 50C17 2 raised to 33 into a raised to 17. So ഈ 50C16 എന്ന് പറയുന്നത് എത്രയാണ്? 50C16 എന്ന് പറഞ്ഞാൽ 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 16 ഫാക്ടോറിയൽ ഇൻറ്റു 15 മൈനസ് 16 എന്ന് വെച്ചാൽ 34 ഫാക്ടോറിയൽ. അതേപോലെ ഇവിടെ 2 raised to 34ഉം ഇവിടെ 2 raised to 33 ഉള്ളതുകൊണ്ട് 2 raised to 33 ക്യാൻസൽ ആവും, ബാക്കി ഇവിടെ 2 ഉണ്ടാവും. അതേപോലെ a raised to 16 ക്യാൻസൽ ആവും, ബാക്കി ഇവിടെ a ഉണ്ടാവും. സോ ഈ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ടേം 2 ആണ്, ഈക്വൽ ടു 50 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 33 ഫാക്ടോറിയൽ. ഇവിടെ ന്യൂമറേറ്ററിൽ എയും ഉണ്ട്. ഇനി അതിൽ കോമൺ ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 50 ഫാക്ടോറിയൽ കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ 16 ഫാക്ടോറിയലും ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 17 ഉണ്ടാവും. 33 ഫാക്ടോറിയൽ രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 34 ഉണ്ടാവും. അപ്പോൾ ബാക്കി ടേംസ് ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ 2/34, റൈറ്റ് സൈഡിൽ a/17. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2 ഇൻറ്റു 17/34 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എൻ്റെ വാല്യൂ കാണാനായിരുന്നു അവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ വി ഗോട്ട് ദ വാല്യൂ ആസ് 1. ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x/3 + 9y ഹോൾ റേസ് ടു 10. അപ്പോൾ ഇവിടെ ഈവൺ നമ്പറാണ്. ബി ക്വസ്റ്റ്യനിൽ n ഇസ് ഈവൺ. n ഈവൺ ആകുമ്പോൾ there will be odd number of terms. There will be odd number of terms. Odd number of terms ഉണ്ടാവും. Therefore എന്തായിരിക്കും മിഡിൽ ടേം? ഒരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ, and that will be n/2 plus 1th term is the middle term. ഇനി അതെന്തായിരിക്കും? n/2 എന്ന് പറഞ്ഞാൽ that is 10/2 plus 1th term. അപ്പോൾ 5/2, അതായത് 6th ടേം ആണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. ഇനി ആ 6th ടേം കണ്ടുപിടിക്കണ്ടേ? ദാറ്റ് ഈസ് T6 is equal to NCR. n ഇവിടെ 10 ആണ്, C5. a raised to, a is x/3 raised to 10 minus 5 into 9y whole raised to 5.
ദാറ്റ്സ് ഈക്വൽ ടു ഈ 10C5 എന്ന് പറഞ്ഞാൽ 252. അതെങ്ങനെയാണ് കിട്ടുന്നത്? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. അപ്പോൾ അത് 252 ഇൻറ്റു എക്സ് റേസ് ടു 5 ബൈ 3 റേസ് ടു 5 ഇൻറ്റു 9 റേസ് ടു 5 ഇൻറ്റു വൈ റേസ് ടു 5. അപ്പോൾ അതിൽ കോമൺ ടേംസ് ഇപ്പോൾ നമുക്ക് ഇവിടെ 3 റേസ് ടു 5 9 റേസ് ടു 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി 3 റേസ് ടു 5 252 ഇൻറ്റു 3 റേസ് ടു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 61,236 ബാക്കി എക്സ് റേസ് ടു 5 വൈ റേസ് ടു 5. അപ്പോൾ അതാണ് മിഡിൽ ടേം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ചെറിയൊരു ചാപ്റ്ററാണ്. ആകെ ഈ എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു NC0 നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ എ റേസ് ടു എൻ പ്ലസ് NC1 എ റേസ് ടു എൻ മൈനസ് 1b പ്ലസ് NC2 എ റേസ് ടു എൻ മൈനസ് 2b സ്ക്വയർ പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം NCn b റേസ് ടു n. ഇനി ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5 വൈ റേസ് ടു 7 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 2y ഹോൾ റേസ് ടു 12. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ടേം എഴുതണം. TR പ്ലസ് 1 ഇസ് ഈക്വൽ ടു NCR എ റേസ് ടു n മൈനസ് r b റേസ് ടു r. ദാറ്റ് ഇസ് 12CR എക്ക് പകരം എക്സ് റേസ് ടു 12 മൈനസ് r ഇൻറ്റു മൈനസ് 2y ഹോൾ റേസ് ടു r. ദാറ്റ് ഇസ് 12CR മൈനസ് 2 റേസ് ടു r എക്സ് റേസ് ടു 12 മൈനസ് r ഇൻറ്റു വൈ റേസ് ടു r. ഇതാണ് ജനറൽ ടേം. ഇനി നമുക്ക് കാണേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5 വൈ റേസ് ടു 7. അതായത് എക്സ് റേസ് ടു 5 ഇത് കമ്പയർ ചെയ്യുക. എക്സ് റേസ് ടു 5 വൈ റേസ് ടു 7 ആയിട്ട് എക്സും വൈയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം r ഇസ് ഈക്വൽ ടു 7 ആണ് അല്ലേ. r ഇസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ 8th ടേം ആയിട്ട് അത് വരിക. അതായത് T8 ഇസ് ഈക്വൽ ടു 12C7 മൈനസ് 2 റേസ് ടു 7 എക്സ് റേസ് ടു 5 വൈ റേസ് ടു 7 എന്നാണ് വരിക. ഇനി ഇത് എത്രയാണ്? ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണെന്ന് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 12C7ൻ്റെ സെയിം ആണ് 12C5. സോ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 by 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. പിന്നെ ഒരു മൈനസ് സൈൻ എക്സ്ട്രാ ഉണ്ട്. ഇപ്പോൾ മൈനസ് സൈൻ നമുക്ക് പുറത്തിടാം. 2 റേസ് ടു 7 2 റേസ് ടു 7ന് 2 റേസ് ടു 5 ഇൻറ്റു 2 സ്ക്വയർ എന്ന് എഴുതുന്നത്. 2 റേസ് ടു 2 സ്ക്വയർ 4 ഇവിടെ ക്യാൻസൽ ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പോൾ ആ 4 അവിടെ ക്യാൻസലായി. പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് 2 ഇൻറ്റു 3 6 ഇവിടെ 2 ടൈംസ്, അതേപോലെ 5 ഇവിടെ 2 ടൈംസ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, ന്യൂമറേറ്ററിലെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 2 റേസ് ടു 5. 2 റേസ് ടു 5 32 ആണ്. സോ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1,1376 എക്സ് റേസ് ടു 5 വൈ റേസ് ടു 7. അപ്പോൾ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5 വൈ റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 1,01,376. മൈനസ് ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്. 6th ക്വസ്റ്റ്യൻ എ പാർട്ട്. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1/x ഹോൾ റേസ് ടു 20 എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ആണ് ഉണ്ടാവുന്നത്? 20 ആണെങ്കിൽ 21 ടേംസ് ആണ് ഉണ്ടാവുക അല്ലേ. പിന്നെയോ കൺസിഡർ ദ എക്സ്പാൻഷൻ ഓഫ് 3x സ്ക്വയർ മൈനസ് 1/3x ഹോൾ റേസ് ടു 9. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 6 ആൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ആദ്യം നമ്മൾ എക്സ് റേസ് ടു 6ൻ്റെ കോഎഫിഷ്യന്റ് കാണണം. അതിനായിട്ട് ജനറൽ ടേം എങ്ങനെ വന്നാലും നമ്മൾ ജനറൽ ടേം എഴുതുക. NCR എ റേസ് ടു n മൈനസ് r b റേസ് ടു r. ദാറ്റ് ഈസ് ഈക്വൽ ടു 9CR 3x സ്ക്വയർ ഹോൾ റേസ് ടു 9 മൈനസ് r
ഇൻറ്റു -1/3x ഹോൾ റേസ് ടു r. ഇനി എക്സ് റേസ് ടു 6ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എക്സ് ടേംസ് ഒക്കെ ഒന്നിച്ചാക്കണം. സോ 9cr -1 റേസ് ടു r, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അപ്പോൾ അതിനെ ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. പിന്നെ 3 വരുന്ന ടേംസ് 3 റേസ് ടു 9 - r, x² റേസ് ടു 9 - r, ഈ 3 മുകളിലേക്ക് വരുമ്പോൾ 3 റേസ് ടു -1 റേസ് ടു r ആകുമ്പോൾ 3 റേസ് ടു -r x റേസ് ടു -r. That is equal to 9cr -1 raised to r 3 raised to 9 - 2r പിന്നെ x raised to 18 - 3r. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് x raised to 6, x raised to 6ന് കോയിഫിഷ്യൻ്റ് കാണണമെങ്കിൽ x raised to 6ൻ്റെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, എക്സിൻ്റെ പവർ 6 ആക്കി കൊണ്ടുവരണം. അതായത് 18 - 3r 6 ആണെങ്കിൽ ആറിന് എന്താ വാല്യൂ എന്ന് അറിയണ്ടേ. സോ -3r is equal to 6 - 18, that is -12, or r is equal to 4. അപ്പോൾ T5 എന്ന് പറയുന്നതിൻ്റെ ടേമിലാണ് നമുക്ക് x raised to 6 വരുന്നത്. അതായത് 9c4 -1 raised to 4 into 3 raised to 9 minus 4 into 2 8 into x raised to 6. ഉണ്ടോ, x raised to 6 വരുന്നത് ഇവിടെ r-ന് 4 കൊടുക്കുമ്പോൾ, അതായത് 5th ടേമിലാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 4 പോസിറ്റീവാണ്. 9c4 എന്ന് വെച്ചാൽ 9 into 8 into 7 into 6 by 1 into 2 into 3 into 4 into 3 into x raised to 6. അപ്പോൾ 4 2s are 8 ഇവിടെ ക്യാൻസൽ ആവും, 3 ഇവിടെ 2 ടൈംസും ക്യാൻസൽ ആവും. സോ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 378 x raised to 6. അപ്പം 378 ആണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ്. ഇനി നെക്സ്റ്റ് അതേ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പവറിനെ നമ്മൾ ഇക്വേറ്റ് ടു 0 ചെയ്യുക. അതായത് 18 - 3r ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 6 ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഈസ് 7th ടേം അല്ലേ. 6 6 ആണെങ്കിൽ 7th ടേം ആണ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ 7th ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ഈ ഒരു ജനറൽ ടേമിൽ നമ്മൾ ഇട്ടാൽ മതി. 9c7 -1 raised to 6 9c6 ആണ്, -1 raised to 6 3 raised to 9 minus 2 into 6 പിന്നെ x raised to 0. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9c6 എന്ന് പറയുമ്പോൾ 9 into 8 into 7 by 1 into 2 into 3 -1 raised to 6 പോസിറ്റീവ് into 3 raised to 9 minus 12. അപ്പോൾ അവിടെ എക്സ് ടേം ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ 2 4 times 3 3 times. പിന്നെ ഇവിടെ 12 into 7 divided by 3 raised to -3 എന്ന് പറഞ്ഞാൽ താഴെയാണ് വരിക. അപ്പോൾ 9 into 3 താഴെ വരും, which is equal to 3 ഇവിടെ 4 times ക്യാൻസൽ ആകുമ്പോൾ 28/9. ആ ടേമിൽ 28/9 എന്ന് മാത്രമേ 7th ടേമിൽ വരുള്ളൂ, എക്സ് ടേംസ് ഉണ്ടാവില്ല. അതാണ് ഈ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എക്സ് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, യൂസിങ് ബൈനോമിയൽ തിയറം ഫൈൻഡ് 98 raised to 5. ഈ 98 raised to 5നെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ബൈനോമിയൽ തിയറം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പാൻഷനിൽ മാത്രമേ നമുക്ക് ബൈനോമിയൽ തിയറം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 98നെ നമുക്ക് എങ്ങനെ എഴുതാം? 98 raised to 5 can be written as 100 minus 2 whole raised to 5. 100 minus 2 whole raised to 5 is equal to, ഇനി നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി. 5c0 100 raised to 5
പിന്നെ പ്ലസ് 5c1 100 raised to 4 into minus 2 plus 5c2 into 100 raised to 3 into minus 2 whole square plus 5c3 100 raised to 2 into minus 2 raised to 3 plus 5c4 into 100 into minus 2 raised to 4. Last term 5c5 minus 2 raised to 5. ഇനി 5c0 1 പിന്നെ 100 raised to 5 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 10 zeros വരും. 1 2 3 4 5 6 7 8 9 10. പിന്നെ ഇതേപോലെ അടുത്ത ടേം നെഗറ്റീവ് ആട്ടോ. നെഗറ്റീവ് കാരണം -2 ഇല്ലേ, ഇൻറ്റു 5. ഇവിടെ എത്ര സീറോസ് ഇനി? 1 2 3 4 5 6 7 8 സീറോസ്. പിന്നെ ഇൻറ്റു 2. പിന്നെ നെക്സ്റ്റ് പോസിറ്റീവ് 5c2 5 into 4 by 1 into 2 എന്ന് പറഞ്ഞാൽ 10. പിന്നെ അതേപോലെ ഇവിടെ 6 സീറോസ് ഇൻറ്റു 1 2 3 4 5 6 ഇൻറ്റു 2 square is 4. പിന്നെ നെക്സ്റ്റ് നെഗറ്റീവാണ് കാരണം ഓഡ് 1 വരുമ്പോൾ നെഗറ്റീവായി. 5c2 എന്ന് പറഞ്ഞാൽ വീണ്ടും 10 ഇൻറ്റു 1 2 3 4 zeros into 8. പിന്നെ നെക്സ്റ്റ് വൺ പോസിറ്റീവ് 5 into 100 into 16. ലാസ്റ്റ് ടേം -32. ഇതെല്ലാം കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. ആൻസർ കിട്ടുക 9039207968. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of terms in the expansion of x by 3 plus 9y raised to 10 is. പിന്നെ അതിൻ്റെ മിഡിൽ ടേമും. അപ്പം നമ്പർ ഓഫ് ടേംസ് നമുക്കറിയാം. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ പവർ 10 ആണെങ്കിൽ ദർ വിൽ ബി 11 ടേംസ്. പിന്നെ ഫൈൻഡ് ദ മിഡിൽ ടേം. ഇവിടെ n is even. n even ആണെങ്കിൽ there will be odd number of terms. odd number of terms ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മിഡിൽ ടേം എന്തായിരിക്കും വരിക? n/2 plus 1th ടേം ആണ് മിഡിൽ ടേം. n/2 plus 1th ടേം എന്ന് പറഞ്ഞാൽ 10/2 plus 1th ടേം. ദാറ്റ് ഈസ് 5 plus 1 6th ടേം ആണ് മിഡിൽ ടേം. ഇനി ആ 6th ടേം എന്താണെന്ന് കണ്ടാൽ പോരെ. അപ്പോൾ 6th ടേം എന്ന് പറഞ്ഞാൽ T6 is equal to 10c5 x by 3 whole raised to 5 into 9y whole raised to 5. 10c5 is 10 into 9 into 8 into 7 into 6 by 1 into 2 into 3 into 4 into 5 into x raised to 5 by 3 raised to 5 into 9 raised to 5 into y raised to 5. That is equal to common terms ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 61,236 x raised to 5 y raised to 5. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഒന്ന് എക്സ്പാൻഷനാണ്. ബൈനോമിയൽ തിയറം എക്സ്പാൻഷൻ, അതിൻ്റെ ജനറൽ ടേം, അതിൻ്റെ മിഡിൽ ടേം, പിന്നെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് നമ്പർ ഓഫ് ടേംസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.